PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ് ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പഠിത്തമൊക്കെ ഏകദേശം കഴിഞ്ഞു കാണുമല്ലോ. അപ്പൊ നമുക്കിനി പുതിയതായിട്ട് നമ്മളൊന്നും പഠിക്കാതിരിക്കുക, റിവിഷൻ ചെയ്യുക. അപ്പൊ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുകൂടാതെ ഞാൻ ഏതൊക്കെ ലിസ്റ്റിലാണ് ഉള്ളതെന്നൊക്കെ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലിട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പരീക്ഷിച്ചിട്ട് ഞാൻ വിജയിച്ച ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, പ്രിന്റ് എടുത്തുണ്ടാവും, ഇല്ല അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് സിലബസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സിലബസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ ആ സിലബസ് എടുത്തിട്ട് നമ്മൾ ഏത് റാങ്ക്, ഇപ്പൊ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, ഇപ്പൊ SCRT ടെക്സ്റ്റ് പഠിക്കുന്നവരുണ്ടാവും, അതുകൂടാതെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എന്തായാലും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റാങ്ക് ഫയൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, അപ്പോൾ അതെടുക്കുക. അപ്പോൾ അത് നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റാങ്ക് ഫയൽ എടുത്തിട്ട് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അങ്ങനെയൊക്കെ കലാപങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഏകദേശം നമുക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ ഫസ്റ്റ് അഞ്ചുതെങ്ങ് കലാപം ആണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം ഒന്ന് ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിലെഴുതുക. ഫസ്റ്റ് ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഫസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അഞ്ചുതെങ്ങ് കലാപം എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഡേറ്റ് 1697 അഞ്ചുതെങ്ങ് കലാപത്തിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതുക. നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപത്തിന്റെ ഡേറ്റ് ഇടുക 1721. എന്നിട്ട് ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ചും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ബുക്ക് എടുത്തിട്ട്. അപ്പൊ ലാസ്റ്റ് സമയത്ത് നമ്മൾ ആ ഒരു ബുക്ക് എടുത്തിട്ട് അത് മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓരോ കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ബുക്കിൽ ഒന്ന് പിന്നെ ഇത് ചെയ്തില്ലെങ്കിലും നമ്മളൊന്ന് നമ്മുടെ റാങ്ക് ഫയലിൽ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ആറ്റിങ്ങൽ കലാപം, പിന്നെ ഡേറ്റ്, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ, അങ്ങനെയൊക്കെ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ. ഇപ്പൊ ഈ രണ്ട് കലാപങ്ങൾ നമ്മുടെ റാങ്ക് ഫയലിലുണ്ട്. അപ്പൊ ആ രണ്ട് കലാപങ്ങളിൽ ആ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിൽ എഴുതിയില്ലെങ്കിൽ ഡേറ്റും, ആരാണ്, എന്താണ്, എവിടെയാണ് നടന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സിലബസ് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കലാപങ്ങളായി. എന്നിട്ട് അതിനുശേഷം നമ്മൾ SCRTയുടെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് അല്ല, PDF ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതെടുക്കുക. ഇതിൽ ആറ്റിങ്ങൽ റിവോൾട്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ റിവോൾട്ട് 1721, അത് ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ് നടന്നത്, അപ്പൊ എന്താ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ, അതാണ് നമ്മൾ പറഞ്ഞത് നവോത്ഥാന നായകർ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഇനി അതും അവരുടെയും ഇതേപോലെ തന്നെ ലാസ്റ്റ് സമയത്ത് ഒന്ന് എഴുതി വെച്ചിട്ട് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. അത് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ വലിച്ചു വാരി ഒന്നും എഴുതരുത്. കുറച്ച് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് എഴുതി വെക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. കൂടുതൽ എക്സ്ട്രാ പോയിന്റുകളൊന്നും എഴുതാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അത് മാത്രം റാങ്ക് ഫയലിൽ ടിക്ക് ചെയ്യുക. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മൈൻഡിൽ ഉള്ള കാര്യങ്ങൾ മാത്രം മാത്രം എഴുതി വെക്കുക. അത് മാത്രം നമ്മൾ ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ റാങ്ക് ഫയലിൽ ഒന്ന് ടിക്ക് ചെയ്യുക. പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കരുത്.
നെക്സ്റ്റ് SCERTലെ ബോക്സ് വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ആന്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഉണ്ടാകും. അപ്പൊ അതല്ലാതെ ഇത് നോക്ക്, ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിലെ ജനറൽ ഭക്ത്ഖാൻ, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, സോറി ഒന്നുകൂടെ പറയാം, ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത്ഖാൻ, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, പിന്നെ കാൺപൂരിലെ നാനാ സാഹിബ് താന്തിയ തൊപ്പി, ലക്നൌവിൽ ബിഗം ഹസ്രത് മഹൽ, ആരയില് കൻവർ സിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രം രണ്ടാമത്തെ ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ SCERTലെ ബോക്സിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണെന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്ക്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ് ആണ്. കയ്യൂർ സമരത്തിൽ തുടർന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സുബ്ബരായൻ. നെക്സ്റ്റ്, മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ KM കൃഷ്ണൻകുട്ടി മേനോൻ, പിന്നെ രാമൻ. ഇങ്ങനെ ഈ കൺഫ്യൂസിങ് ഫാക്ട്സ് മാത്രം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. കൺഫ്യൂസിങ് ഫാക്ട്സ് മാത്രം. അപ്പം അതിലുള്ള ബോക്സും ഇതിലെ കൺഫ്യൂസിങ് ഫാക്ട്സും മാത്രം നമ്മളൊന്ന് ലാസ്റ്റ് സമയത്ത് അത് മാത്രം നമ്മളൊന്ന് പഠിക്കുക. ഏകദേശം പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ്, തൊഴിൽ വാർത്ത എടുക്കുക. ലാസ്റ്റ് സമയത്ത് നമ്മൾ തൊഴിൽ വാർത്ത എടുക്കുക. 4ാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ തൊഴിൽ വാർത്ത എടുക്കുക. അതിലെ മോക്ക് ടെസ്റ്റുകൾ. ഇത് ഞാനിത് ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ അതേപോലുള്ള വേറെ മോക്ക് ടെസ്റ്റുകളൊന്നും ചെയ്യരുത്. ഇപ്പൊ നമ്മൾ വേറെ കൂടുതലായിട്ടുള്ള കുറച്ചിട്ടുള്ള ഹയർ ആയിട്ടുള്ള എക്സാംസിന്റെ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഈ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പോലെ 10th ലെവലായിട്ടുള്ള എക്സാംസ് ഒക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ തൊഴിൽ വാർത്തയിലോ തൊഴിൽ വീതിയിലോ ഏത് പ്രസിദ്ധീകരണത്തിന്റെ ആണ്, ഇന്ത്യയിൽ തൊഴിൽ വാർത്തയാണ്, ഏത് പ്രസിദ്ധീകരണത്തിന്റെ ആണെങ്കിലും നമ്മളൊന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റത്തെ മാത്സ് എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഇതിൽ എക്സ്പ്ലനേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് സമയത്തൊക്കെ നമ്മൾ പിന്നെ ഈ തൊഴിൽ വാർത്തയിൽ മോക്ക് ടെസ്റ്റ്, തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലെയും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. പുതിയതായിട്ടുള്ള വലിയ വലിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്നാൽ പോലും പുതിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. മനസ്സിലായല്ലോ? പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പിന്നെ PYQ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു വർഷത്തെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ ഇതേപോലെ തൊഴിൽ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ അതിപ്പോ നടന്നു വരുന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് അവര് കൂടുതലായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും അവര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൂടാതെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് കിട്ടും ഓരോ സബ്ജക്റ്റിന്റെ. അങ്ങനെ ചെയ്ത് നോക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിനൊന്നും ഇനി ഒത്തിരി സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെയും കൂടെ നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന പിന്നെ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് ഇപ്പൊ ഏത് മാസം വരെയാണ് വരുന്നത്, എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ മാസം ലാസ്റ്റത്തെ ഒന്നും ചിലപ്പോൾ അവർ ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഈ പിന്നെ തൊഴിൽ വാർത്തയിൽ വരുന്ന ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. മനസ്സിലായല്ലോ? അത് തൊഴിൽ വാർത്തയുടെ ഇത് നല്ല ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. തൊഴിൽ വാർത്തയിൽ മോക്ക് ടെസ്റ്റും ചെയ്യുക, തൊഴിൽ വാർത്തയിൽ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കാൻ, നമ്മൾ പഠിച്ചതൊക്കെ തന്നെ വരത്തുള്ളൂ എന്ന് നമ്മുടെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് വിചാരിക്കുക. അതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല എന്ന് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയത്ത് PYQ കൂടുതൽ ചെയ്യുക. PYQ മാത്രം നമ്മൾ കൂടുതൽ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം പിന്നെ ലിസ്റ്റിലുണ്ടാവും നമ്മൾ. കാര്യം കൂടുതൽ പ്രാവശ്യം PYQ ചെയ്ത് നോക്കുമ്പോൾ അത്രയും പ്രാവശ്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അത് ഉറക്കുകയാണ്. അപ്പൊ കൂടുതൽ പ്രാവശ്യം PYQ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം അടയാളപ്പെടുത്തിയിട്ട് അത് മാത്രം
ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. സിലബസ് നോക്കിയിട്ട് വെറുതെ ഓരോ പേജ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ പേജ് എടുത്ത് ടിക്ക് ചെയ്ത് പോകാനായിട്ടല്ല ഞാൻ പറഞ്ഞത്. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്യുക. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ടിക്ക് ചെയ്ത് പോകുക. കുറെ സിലബസിലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ ഈ റാങ്ക് ഫയലിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ കൂടുതൽ പിന്നെ നോക്കാതിരിക്കുക. അതായത് ഇപ്പൊ ഗാന്ധിജിനെ കുറിച്ചുണ്ട്, പക്ഷെ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ അതൊക്കെ ഇതിലൊക്കെ ഭയങ്കര കുറെ ഒരു 2 പേജിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ടിക്ക് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സിലെല്ലാം പതിയും. അപ്പൊ അങ്ങനെ ഒന്ന് പരീക്ഷയെ സമീപിച്ച് നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.